കൊള്ളാം. രാവിലെ നെഗറ്റീവ് ഒക്കെ കണ്ടായിരുന്നു, പക്ഷെ അത്ര നെഗറ്റീവ് ഒന്നുമല്ല. നമുക്ക് കണ്ടോണ്ടിരിക്കാം. അടിപൊളിയായിരുന്നു. ഇല്ല ഉറക്കൊന്നുമില്ല. അത് രാവിലെ വന്ന് കണ്ടോണ്ടായിരിക്കും. നല്ല ഫിലിം. ഇല്ല ഉറക്കൊന്നുമില്ല. അടിപൊളിയായിരുന്നു. എക്സ്പെക്ടഡ് ആയിരുന്നില്ല, പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു. സസ്പെൻസ് ഉണ്ട്, നല്ലൊരു സ്പോയിലർ ഉണ്ട്, ഒരു കേമിയോ ഉണ്ട്. കിടില സിനിമ, ഒരു രക്ഷയില്ല. പ്രതീക്ഷ അപ്പുറം എന്നാണെങ്കിൽ പറയാം. ഒരു സർപ്രൈസ് ഉണ്ട് അവസാനം. ഇത് തന്നെ ത്രില്ല്. ഇഷ്ടപ്പെട്ടു. കൊള്ളാം. പൊളിച്ചു. തീയായിരുന്നു. അടിപൊളി, സൂപ്പർ. നല്ല ഫൈറ്റ് ഒക്കെ സൂപ്പറാ. എനിക്കിഷ്ടപ്പെട്ടു. നന്നായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്. സീൻ മാത്രമായിരുന്നു കുറച്ച് നല്ലതുണ്ടായിരുന്നു. ക്യാമിയോ റോളുണ്ട്, ബട്ട് അത് അടിപൊളി. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ക്യാമിയോ റോളായിരുന്നു. നൈസ് മൂവി ബ്രോ. പടം സൂപ്പറാണ് കേട്ടോ. സൂര്യയുടെ പെർഫോമൻസ് അമേസിംഗ്. പൊളി. ഡയറക്ഷൻ ആണെങ്കിലും ക്യാമറ ഗ്രാഫിക്സ് ആണെങ്കിലും എല്ലാം നന്നായിട്ടുണ്ട്. വിചാരിച്ചതും മേളിൽ പോയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് വന്നിട്ട് കുറച്ച് ലാഗ് ഉണ്ടെങ്കിലും, പക്ഷെ സെക്കൻഡ് ഹാഫ് പടം അടിച്ചു കയറി. കുഴപ്പമില്ല, നല്ല അടിപൊളി സിനിമ. മേക്കപ്പ് ആർട്ടിസ്റ്റ് നല്ല പണിയെടുത്തിട്ടുണ്ട്. വേറൊന്നും കൊള്ളില്ല. Don't say. I'm a die-hard fan of Surya, and that's why I came with a 6-month baby, but it's really disappointed. Movie was just okay. Nothing so interesting. പിന്നെ die-hard Surya fan ആണെങ്കിൽ കാണാം. പിന്നെ CGI ഒക്കെ വലിയ കുഴപ്പമില്ല. ബിഗ് ബഡ്ജറ്റ് ആണ്. It's a bit too long. Okay, just okay. I wouldn't watch it a second time. That's all. സൂപ്പർ. അടിപൊളി. പെരിയ ട്വിസ്റ്റ് ഇருக்கு. നൈസ്, സൂപ്പർ, നല്ലതായിരുന്നു. സൂര്യ പൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളിയായിരുന്നു. എനിക്ക് മറ്റേ സ്റ്റോറി കാണിക്കുന്ന ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. വേറെ ഒന്നും പറയാം. കൊള്ളാം. വൈബ് സിനിമയായിരുന്നു. സൂപ്പർ പടം. സൂപ്പർ സിനിമ. കുഴപ്പമില്ല. അണ്ണൻ്റെ പടം എപ്പോഴിറങ്ങിയാലും കാണാൻ വരും. സൂര്യ ഫാനാണ്. ക്ലൈമാക്സിലൊരു സസ്പെൻസ് ഉണ്ട്, അത് ഇഷ്ടപ്പെട്ടു. പെർഫോമൻസ് എല്ലാം കങ്കുവയുടെ സീനെല്ലാം പൊളിയായിരുന്നു. കങ്കുവ എന്നുള്ള ക്യാരക്ടറിൻ്റെ പെർഫോമൻസ് എല്ലാം സൂപ്പറായിരുന്നു. പിന്നെ ഫൈറ്റ് എല്ലാം കൊള്ളായിരുന്നു. ഓക്കെ, കൊള്ളാം, കുഴപ്പമില്ല. കൊള്ളാം. പുതിയ നല്ല പടം, സൂപ്പർ പടം. മനഃപൂർവ്വം കുറ്റം പറയണേ. എല്ലാ പടത്തിനും ഒരു കുഴപ്പമില്ല. നല്ല ആക്ടായിട്ട് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പർ. കൊള്ളായിരുന്നു, നന്നായിരുന്നു. നെഗറ്റീവ് എനിക്കൊന്ന് ഫാൻ ബേസ് ആയതുകൊണ്ടായിരിക്കും. ഫസ്റ്റത്തിൽ ഫാൻസല്ലേ കയറുന്നത്, അപ്പോൾ അവർക്ക് ഫെസ്റ്റിവൽ ഒരു സാധനം കിട്ടത്തില്ല. മറ്റൊടിയെല്ലാം നന്നായിരുന്നു, നല്ല രസമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല, എൻജോയബിൾ ആണ്, എല്ലാവർക്കും കാണാൻ പറ്റും, നല്ലതാണ്. നെഗറ്റീവ് അങ്ങനെയല്ല, കുറച്ച് സീൻസൊക്കെ ഒരു ഇതുപോലെ തോന്നി, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അടിപൊളിയാണ്, സെറ്റാണ്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നൈസ്. മേക്ക് ഓവർ പൊളി, സെറ്റും ലുക്കൊക്കെ കൊള്ളാം, പൊളി, സെറ്റ്. സ്റ്റോറി ആ കുട്ടിക്കാലം ചെറുക്കൻ്റെയൊക്കെ കൊള്ളാം, അല്ലാണ്ട് വേറെ സ്റ്റോറി ആവറേജ്, അത്ര പൊളിയൊന്നുമില്ല. ഉറക്കം വന്നായിരുന്നു. കഥയൊക്കെ മനസ്സിലായി. സൂര്യ ലുക്ക് കൊള്ളാം, അല്ലാതെ പ്രതീക്ഷ എത്ര വന്നില്ല. പിന്നെ സൂര്യ ഫാൻസ് സൂപ്പറായിട്ടുണ്ട് സിനിമ. കുറച്ച് ബാക്കിലോട്ട് ഇല്ലേട്ടാ, കൊള്ളാം, നല്ല സിനിമയാണ്. നമ്മൾ സൂര്യ ഫാൻസ് അല്ലേ, അപ്പോൾ ചേട്ടാ പൊളി പടം തന്നെയാണ്, വേറെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. ഞങ്ങൾ സൂര്യ ഫാൻസാണ്, കട്ട ചങ്ക് ഫാൻ. പ്രതീക്ഷ നമ്മളൊരു ഹൈപ്പ് കൊടുത്തിരുന്ന അതത്ര വന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ പടം പൊളിയാണ്. അടിപൊളി. ഞങ്ങൾക്ക് ലാംഗ്വേജ് ചെറിയ ഒരു കടുത്ത ലാംഗ്വേജ് അല്ലേ, അതിന്റെ മാത്രമേ പ്രശ്നമുള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. അടിപൊളി. മെയിനായിട്ട് ലാംഗ്വേജിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഓർഡിനറി പീപ്പിളിനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫൊക്കെ നല്ലതായിരുന്നു. എന്തോ ആർക്കും പറയാമല്ലോ, നെഗറ്റീവ് എപ്പോഴും പറയുന്നവരുണ്ടായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് നെഗറ്റീവായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഒരു വലിയൊരു ഹൈപ്പ് കിട്ടിയില്ല, അത്രേ ഉള്ളൂ. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ചേട്ടൻ കണ്ടു നോക്കാം, അപ്പോൾ ചേട്ടന് മനസ്സിലാവും, അത്രേ പറയാനുള്ളൂ. സൂര്യ തകർത്തു. നമുക്ക് സൂര്യ ഫാൻ ആയതുകൊണ്ട് നമുക്ക് പടം ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ല പടം. ഞാൻ വിജയ് ഫാനാണ്,
പക്ഷേ അവള് വിജയ് ഫാനാണ്, പക്ഷെ ഇപ്പൊ അവള് സൂര്യ ഫാനായി. വോട്ടിനെക്കാട്ടിലും കൊള്ളാം സൂര്യ നല്ല മൂവിയാ, അടിപൊളി. കൊള്ളത്തില്ല. അടിപൊളി, ரொம்ப பயமா இருக்கு. അത്രയ്ക്ക് ത്രില്ലർ മൂവി എന്ന് വെച്ചാൽ സൂര്യയുടെ ഉഷിരും വാശിയും വീരും അത് നമ്മുടെ സിനിമയിൽ തിയേറ്ററിൽ നിന്ന് നമ്മൾ അനുഭവിച്ച് അതേ സൂര്യയുടെ പെർഫോമൻസ് ചേട്ടനും അനിയനും തമ്മിൽ പൊളിച്ചടിക്കും.